വളരെ കാലമായി കണ്ട് കൊതിച്ചിരുന്ന ഒരു സ്വപ്നം അതൊരു സുപ്രഭാതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പ്രതികരിക്കും? ചിലപ്പോൾ ആ സ്വപ്നം സഫലമായിടത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ പേപ്പർ കഷ്ണം പോലും അതിൻ്റെ ഓർമ്മയായി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും, അല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ കഴിഞ്ഞ ദിവസം നടൻ കൃഷ്ണകുമാറും ഫാമിലിയും പോയിരുന്നു. അതിൻ്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെയധികം വൈറലായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓമിയെ എടുത്ത് നിൽക്കുന്ന ചിത്രം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജിൽ പങ്കുവെച്ചു എന്നുള്ളത് തന്നെയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അതിലേറെ വിശിഷ്ടമായ ഒരു കാര്യം ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്, അത് യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശ്വാസം പോലും കിട്ടില്ല. അങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു നരേന്ദ്രമോദിയെ കൃഷ്ണകുമാറും കുടുംബവും കണ്ട ആ ഒരു ദിവസം. അടുത്ത് കാണാൻ കൊതിക്കുന്ന നിരവധി മോദി ഫാനുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അവരുടെ അനുഭവം വളരെ മനോഹരമായ ഒരു ത്രില്ലായിട്ടാണ് പലരും കണ്ടത്. കാത്തിരുന്ന് കണ്ട ഒരാളിൽ നിന്ന് ലഭിക്കുന്നതൊന്നും നഷ്ടമാകാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അത്തരം ഒരു സ്പെഷ്യൽ സാധനത്തെക്കുറിച്ചാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം ഇപ്പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഓമിക്ക് കൊടുത്ത ഒരു ചോക്ലേറ്റ്, അത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കുടുംബം. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറും കുടുംബവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദില്ലിയിൽ ഔദ്യോഗിക വസതിയിൽ എത്തി സന്ദർശിച്ചത് വലിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. പ്രധാനമന്ത്രിക്കൊപ്പമുള്ള കൃഷ്ണകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ മകൻ ഓമിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്കിലും പങ്കുവച്ചത് ഫോളോവേഴ്സ് വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. 100 മില്യണിലേറെ ഫോളോവേഴ്സാണ് പ്രധാനമന്ത്രിക്കുള്ളത്. കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മൂത്തമകൾ അഹാനയുടെ കല്യാണം ക്ഷണിക്കാനാണ് കുടുംബം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന്റെ വിശേഷങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് സിന്ധു കൃഷ്ണ. പ്രധാനമന്ത്രി ഓമിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് വലിയ സന്തോഷമായെന്ന് സിന്ധു പറയുന്നു. സിന്ധുവിന്റെ വാക്കുകൾ: പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തിയപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇതുവഴി വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഓടിക്കളിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ അവിടെ വെച്ച് മയിലിനെ കണ്ടു. ഇത്രയും ഭംഗിയുള്ള മയിലിനെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എനിക്കും മക്കൾക്കും അദ്ദേഹത്തെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കൃഷ്ണകുമാർ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായി കാണാൻ താല്പര്യമില്ലായിരുന്നു. പേഴ്സണലി ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണണം, അടുത്ത് സംസാരിക്കണം എന്നൊക്കെ കിച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്നാണ് ആ ഡ്രീം ഡേ എത്തിയത്. കുടുംബം മുഴുവൻ എക്സൈറ്റ്മെന്റിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ടെൻഷനായിരുന്നു. എന്നാൽ ഒരു നിമിഷം പോലും എടുത്തില്ല ടെൻഷൻ മാറാൻ. അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ TV-യിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഓറയുണ്ട്. എല്ലാവരെയും നേരത്തെ അറിയാവുന്നതുപോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ ഓമി നല്ല മൂഡിലല്ലായിരുന്നു. വലുതാകുമ്പോൾ അവൻ ചിന്തിക്കുമായിരിക്കും പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോസിൽ കുറച്ചുകൂടി ചിരിക്കേണ്ടതായിരുന്നു എന്ന്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഓമിക്ക് പ്രൈം മിനിസ്റ്റർ ഒരു ചോക്ലേറ്റ് കൊടുത്തു. അത് നിധി പോലെ ഇഷാനി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി മുഴുവൻ വലിയ എക്സൈറ്റ്മെന്റിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ കാത്തിരുന്ന് കണ്ട ഒരു സ്വപ്നം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ സാധിക്കുകയില്ല. അവിടെ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ പേപ്പർ പോലും ചിലപ്പോൾ ഒപ്പം നിന്ന സമയത്ത് നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ജീവിതകാലം മുഴുവനും സൂക്ഷിച്ചു വെക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി എന്ന് പറയുന്നത് എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വളരെയധികം പ്രിയപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവർ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്തവർ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ, അവർ അദ്ദേഹത്തെക്കുറിച്ച് 100 കുറ്റങ്ങൾ പറയും. പക്ഷേ ആ കുറ്റങ്ങൾ പറയുമ്പോഴും അദ്ദേഹം കൂടുതൽ ഉയർന്നു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.